നമസ്കാരം. ഒടുവിൽ മൊസാദ് ഔദ്യോഗികമായിട്ട് തന്നെ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2024 സെപ്റ്റംബർ മാസം 17-18 തീയതികളിൽ നടന്ന പേജർ ആൻഡ് വോക്കി ടോക്കി ബ്ലാസ്റ്റിന്റെ ഉത്തരവാദികൾ തങ്ങളാണ്. തങ്ങളുടെ അറിവോട് കൂടിയിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്റെ അറിവോട് കൂടി തന്നെയാണ് ഈ ഒരു ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അതിനൊരു പുതിയ മാനം ലഭിച്ചിരിക്കുകയാണ്. മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ, അതിന്റെ 2 ഏജന്റുമാർ തന്നെ BBC ന്യൂസിന് കൊടുത്ത ഔദ്യോഗികമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് തങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു ബ്ലാസ്റ്റ് ആണ്. ഇതിനുവേണ്ടി തങ്ങൾ ദീർഘമായ കാലം ഇതിന് പിന്നിൽ പരിശ്രമിച്ചു എന്നും തങ്ങളോട് കളിക്കുന്നവർ സൂക്ഷിച്ച് കളിക്കുക എന്നും ഒരു സന്ദേശം കൂടിയാണ് മൊസാദിന്റെ ഏജന്റുമാർ BBCക്ക് കൊടുത്ത അഭിമുഖത്തിൽ അവർ പുറത്തുവിട്ടത്. ഈ ഒരു ഓപ്പറേഷനെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാസ്റ്റിനെ വിളിച്ചിരുന്നത് ഓപ്പറേഷൻ ഗ്രിം ബീപ്പർ എന്ന പേരിലാണ്. ഓപ്പറേഷൻ ഗ്രിം ബീപ്പർ എന്ന പേരിലാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 17-ാം തീയതി ലെബനനിലും സിറിയയിലുമായിട്ട് ഈ പേജർ ബ്ലാസ്റ്റ് നടക്കുന്നു. ഈ പേജർ ബ്ലാസ്റ്റിൽ ഏകദേശം 2750 പേർക്ക് പരിക്കേൽക്കുന്നു. ഏകദേശം 12ഓളം പേർക്ക്, സിവിലിയൻ അടക്കം 12ഓളം പേർക്ക് ഡെത്തും സംഭവിക്കുന്നു. ഈ തൊട്ടടുത്ത ദിവസം സംഭവിച്ചത്, അതായത് സെപ്റ്റംബർ മാസം 18-ാം തീയതി വോക്കി ടോക്കി ബ്ലാസ്റ്റും നടക്കുന്നു. വോക്കി ടോക്കി ബ്ലാസ്റ്റിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി തീവ്രമായ രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. ഏകദേശം 30ഓളം പേരാണ് ഈ ഒരു വാക്കി ടോക്കി ബ്ലാസ്റ്റിൽ മരിച്ചതും 750 പേർക്ക് പരിക്കേൽക്കാനിടയായി. ഈ 17-ാം തീയതി നടന്ന പേജർ ബ്ലാസ്റ്റിൽ ഇറാന്റെ അംബാസഡർ, ലെബനിലുണ്ടായിരുന്ന അംബാസഡർക്കടക്കം പരിക്കേറ്റിരുന്നു. അപ്പോൾ ശക്തമായ ഒരു തീവ്രവാദത്തിന്റെ ശൃംഖലക്കേറ്റ തിരിച്ചടിയാണ് ഈ ഒരു പേജർ ആൻഡ് വോക്കി ടോക്കി ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഇറാന്റെ അംബാസഡറും ഉൾപ്പെട്ടിരുന്നു. കുറെ അധികം സാധാരണക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലേക്ക് നയിച്ച ഏറ്റവും വലിയൊരു റീസൺ 2024 ഫെബ്രുവരി മാസത്തിൽ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന്റെ കാരണം ഇതാണ്: ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ സംഘമായിട്ടുള്ള മൊസാദ് തങ്ങളുടെ മൊബൈൽ ശൃംഖലകളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നു. ആയതിനാൽ ഇനി മുതൽ ഹിസ്ബുള്ളയിലെ ഓരോ അംഗങ്ങളും പേജറും വാക്കി ടോക്കിയും ഉപയോഗിക്കുക എന്നുള്ളൊരു സന്ദേശം അദ്ദേഹം കൊടുക്കുന്നു. അവിടെയാണ് കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങുന്നത്. ഏകദേശം ഈ ഒരു സംഭവത്തിന് വർഷങ്ങൾ നീണ്ട ഒരു കാലയളവ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹിസ്ബുള്ള എത്താൻ വേണ്ടി. പലപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് ഒരു പേടിയായിരുന്നു. ഈ മൊബൈൽ എന്ന് പറയുന്ന അതിന്റെ നെറ്റ്വർക്ക് ഇസ്രായേൽ അവർ ഹാക്ക് ചെയ്തുകൊണ്ട് തങ്ങളുടെ പല നീക്കങ്ങളെയും അവർ തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള റിറ്റാലിയേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും. ഇതിങ്ങനെ നീണ്ട നാളത്തെ പ്രോസസ്സായിരുന്നു. ഈ പ്രോസസ്സ് ഇതൊക്കെ നടക്കുന്ന ഈ ഒരു കാലയളവിലും ഇസ്രായേലിന്റെ മൊസാദ് സമാന്തരമായ രീതിയിൽ ഇവരെ ഫോളോ ചെയ്യും. ഇവർ ഇത് ഏത് രീതിയിലാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സ്പൈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടെത്തുകയുണ്ടായി. അപ്പൊ കണ്ടെത്തലിന്റെ ഏറ്റവും അവസാനം അവർ എത്തിയതെന്ന് പറഞ്ഞാൽ തായ്വാനിലെ ഒരു കമ്പനിയുമായിട്ട് ഗോൾഡ് അപ്പോളോ AR-924 എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അവര് കരാർ ഒപ്പിട്ടതായിട്ടും ഈ മൊസാദിന്റെ ചാരന്മാർ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഷെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഈ കാര്യത്തെ പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുകയും മൊസാദിന്റെ അറിവോടുകൂടി ഷെൽ എന്ന് പറയുന്ന കമ്പനി ത്രൂ ഇവർക്ക് ഒരു കൊട്ടേഷൻ കിട്ടുകയും ആ കൊട്ടേഷൻ ഹിസ്ബുള്ളയ്ക്ക് താല്പര്യമാവുകയും ആ കൊട്ടേഷൻ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ മൊസാദ് ആണെന്നോ അല്ലെ മൊസാദിന്റെ ചാരന്മാരാണെന്നോ എന്ന് അറിയാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളുടെ എല്ലാം പോക്ക്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും
ഹിസ്ബുള്ളയ്ക്ക് തോന്നിയില്ല എന്നുള്ളത് മൊസാദിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരാളെ കൊല്ലാൻ പാകത്തിന് ഉള്ള സ്ഫോടക വസ്തു ഈ വാക്കി ടോക്കി അതേപോലെ തന്നെ പേജറിനുള്ളിൽ നിറയ്ക്കണം എന്നുള്ളതും ഇവർ തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമാണ്. അതെല്ലാം മൊസാദിന്റെ ഇതായിട്ടുള്ള ചാര പ്രവർത്തനങ്ങളിലൂടെയും അല്ലെങ്കിൽ അവരുടെ രഹസ്യമായ നീക്കങ്ങളിലൂടെയൊക്കെ അവരിത് ചെയ്യുകയുണ്ടായി. PETN എന്ന് പറയുന്ന സ്ഫോടക വസ്തു അത് നിറയ്ക്കാൻ പാകത്തിനുള്ള ഒരു സൈസിലുള്ള പേജറോ അല്ലെങ്കിൽ വാക്കി ടോക്കിയോ ആയിരിക്കണം എന്നുള്ളത് മൊസാദിന് നിർബന്ധമായിരുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് അതിനെ രൂപകൽപ്പന ചെയ്യുകയും ഈ PETN എന്ന് പറയുന്ന സ്ഫോടക വസ്തു അതിൽ നിറയ്ക്കുകയും ചെയ്തതിന് ശേഷം പല ആവർത്തി ഇതിനെ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കി കൺഫർമേഷൻ വരുത്തിയതിനു ശേഷമാണ് ഇത് ഹിസ്ബുള്ളയുടെ കരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഷെൽ എന്ന് പറയുന്ന കമ്പനി ത്രൂ ആ ഒരു ബിസിനസ് നടന്നത്. അപ്പൊ ഇത് നീണ്ട സമയം, ഏകദേശം 10 വർഷത്തോളമുള്ള സമയം അവർ ഇതിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശകലനം നടത്തി പഠിച്ച് നന്നായി തന്നെ ഇത് എപ്പോഴിത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയുമുള്ള ഒരു ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു അവയർനെസ്സിലേക്ക് വന്നതിന് ശേഷമാണ് അവരിത് ഈ രീതിയിലുള്ള ഒരു ബിസിനസ് ഡീല് ഷെൽ എന്ന് പറയുന്ന കമ്പനി ത്രൂ നടത്തിയത്. അപ്പൊ ഇത് നടത്തിയപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റ് നടത്തുന്നത് എപ്പോഴായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, മൂലമുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇസ്രായേലിനുണ്ടായിരുന്നു. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടനയുടെ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നീക്കങ്ങളും ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം അതിന്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ആ ഒരു സമയം നോക്കി, കൃത്യമായിട്ടുള്ള ആ ഒരു സമയം നോക്കിയിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തുക എന്നുള്ളതായിരുന്നു ഇസ്രായേല് ആത്യന്തികമായിട്ടും പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരെല്ലാം ഇസ്രായേൽ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കുകയും തുടർന്ന് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിലേക്ക് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള കടന്നു വരികയും ചെയ്യുന്നു. ഇവിടെയാണ് കാര്യങ്ങളെല്ലാം മറിയുന്നത്. അപ്പൊ ആദ്യമായി ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള പറഞ്ഞു ഇത് ഒരു യുദ്ധക്കുറ്റമാണെന്നും ഇതിന് ശക്തമായ തിരിച്ചടി തങ്ങൾ കൊടുക്കുമെന്നും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വിശേഷമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സിവിലിയന്മാരെയോ അല്ലെങ്കിൽ കുറച്ച് ഹിസ്ബുള്ളയുടെ ഈ പറയുന്ന തീവ്രവാദികളോ മാത്രം അവര് എലിമിനേറ്റ് ചെയ്തതല്ല, മറിച്ച് ഈ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല മുഴുവനും തച്ചുടച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഫർദർ നീക്കങ്ങളെ മുഴുവനും ബ്ലോക്ക് ചെയ്യാനുണ്ട്. കാരണം ഈ ഒരു വാക്കി ടോക്കിയും അതേപോലെ തന്നെ ഈ പേജറും നഷ്ടപ്പെട്ടപ്പോൾ പൊട്ടി ബ്ലാസ്റ്റ് ചെയ്തപ്പോഴത്തേനും ബാക്കിയുള്ള പേജറുകളും അതേപോലെ തന്നെ വോക്കി ടോക്കീസും അവർ ഉപേക്ഷിക്കുന്നുണ്ട്. കാരണം ഇനി അതും പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ കൊടുത്ത എല്ലാ ഈ വോക്കി ടോക്കീസും പേജറുകളും ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളല്ലായിരുന്നു. എന്നാൽ കുറച്ചെണ്ണം, കുറച്ചെന്ന് പറഞ്ഞാൽ 1000-2000-ഓളം, അത് എത്ര കൃത്യമായിട്ടുള്ള എണ്ണം നമുക്കറിയത്തില്ല, എങ്കിൽ പോലും ബാക്കി ശേഷിച്ചിരുന്ന വോക്കി ടോക്കീസും പേജസും ഒന്നും ഇവർ ഉപയോഗിക്കാതെ അങ്ങനെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ശൃംഖല മുഴുവനും ഇസ്രായേലെ തകർത്ത് തരിപ്പണമാക്കി. ഈ സമയത്ത്, കൃത്യമായ സമയത്താണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് ലെബനനിൽ കയറി അറ്റാക്ക് നടത്തുന്നത്. ലെബന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധശേഖരങ്ങളും അവരുടെ റോക്കറ്റ് ലോഞ്ചറുകളും ഹിസ്ബുള്ളയും ഇറാനും തമ്മിൽ രഹസ്യമായി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന പല ആസൂത്രണ മേഖലകളും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളും ഒക്കെ ഇസ്രായേൽ ആക്രമിച്ച് തരിപ്പണമാക്കി കളയുന്നത്. അങ്ങനെ വലിയൊരു കാഷ്വാലിറ്റി, അങ്ങനെ ഒരു വലിയൊരു ആശങ്ക ഹിസ്ബുള്ളയുടെ ഇടയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് സജീവമാക്കുന്നത്. ഈ ബ്ലാസ്റ്റ് നടന്ന് ഏകദേശം 10-ാമത്തെ ദിവസമാകുമ്പോൾ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് നസറുള്ള അടക്കം മറ്റു പല പ്രമുഖന്മാരും കൂടിക്കൊണ്ട്, ഇറാന്റെ പ്രതിനിധികളും ഒക്കെ കൂടിക്കൊണ്ട് ഭാവി ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം എങ്ങനെ നീക്കണം എന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ബോംബ് ഇട്ടുകൊണ്ട് ഇസ്രായേൽ ഈ ആസ്ഥാനത്തുണ്ടായിരുന്ന ഒട്ടനവധി പേരെ കൊന്നൊടുക്കേണ്ട, ഇതിൽ നമ്മുടെ ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള നസറുള്ളയും പെട്ടു. അദ്ദേഹം മരണമടഞ്ഞു.
അപ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ ഏജൻസി ഈ ബ്ലാസ്റ്റിന് പുറകിൽ നടത്തിയിരുന്നത്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഒക്കെ നടന്ന സമയങ്ങളിലൊന്നും ഇസ്രായേൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേലിന് പൊതുവേ ഉള്ളൊരു രീതിയാണ്, കാരണം അവരെന്തെങ്കിലും ചെയ്ത ഉടനെ അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ട് പോകാറില്ല. കൃത്യമായിട്ട് അവർ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ കാര്യപ്രാപ്തി 100% ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറാന്റെ പ്രതിനിധികൾ പലരും, ഇറാന്റെ അംബാസിഡർ അടക്കമുള്ളവര് ഇതിൽ വളരെയധികം അവർക്ക് കാഷ്വാലിറ്റി ഉണ്ടായി. അപ്പൊ നമുക്കറിയാൻ പറ്റും, ഇറാന് ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള അവരുടെ അഭേദ്യമായ ബന്ധം ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ളയെയും അതേപോലെ ഹമാസിനെയും ഹൂതിയെയും ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ തച്ചുടച്ച് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവര് തുന്നിച്ചേർക്കുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചത്. ഇത് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ തെളിവാണ്. ഇറാന്റെ ഈ തീവ്രവാദത്തിന്റെ നീരാളി കൈകൾ എവിടെയെല്ലാം നീണ്ടിട്ടുണ്ടെന്നുള്ളതും അത് ലോകത്തിന് വരുത്തിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏറ്റവും വിശേഷമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലെബനനിലെ ചില സാധാരണക്കാരും ഇത് കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു? ഈ പേജർ ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പേജർ എങ്ങനെ ഈ സാധാരണക്കാരന്റെ കയ്യിലെത്തി എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പൊ ഈ ബ്ലാസ്റ്റിന് ശേഷം ഇത് ഒരു തായ്വാൻ കമ്പനിയാണെന്നും ഈ തായ്വാൻ കമ്പനിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ പല തായ്വാൻ കമ്പനികളും മുന്നോട്ട് വന്നിട്ട് പറയും ഇത് തങ്ങൾ മാനുഫാക്ചർ ചെയ്തതല്ല, തങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നത്. പിന്നെ ഒരു ദക്ഷിണ കൊറിയൻ കമ്പനിയെ പറ്റി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വാദവിവാദങ്ങൾ ഇതിനകത്തുണ്ടായി. ഏറ്റവും ആശ്ചര്യപൂർവ്വം പറയുന്നത്, ലോകത്ത് ഇന്ന് വരെ കേട്ടുകേഴ്വിയില്ലാത്ത വലിയൊരു സംഭവമായിരുന്നു ഈ പേജർ ആൻഡ് വോക്കി ടോക്കി ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. യുദ്ധ രീതികളിൽ ഇന്നുവരെയും കണ്ടിട്ടോ കേട്ടോ കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കുഞ്ഞൻ രാജ്യം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എത്രയധികം ജാഗരൂകരാണെന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ ബുദ്ധി വൈഭവവും അവരുടെ യുദ്ധ നിരീക്ഷണവും ഒക്കെ ഇതിലൂടെ ലോകം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഈ അത്ഭുതകരമായിട്ടുള്ള ഈ പ്രവൃത്തി ഇസ്രായേൽ ചെയ്തത് അത് ലോകത്തിന് ഒരു പുതിയ യുദ്ധ പഠന ഒരു ചാപ്റ്ററായിട്ട് തന്നെ ഇതൊരു പക്ഷേ ലോകം ഏറ്റെടുത്തേക്കാം. നമുക്കറിയാം 6 days വാർ എന്ന് പറയുന്നത് യുദ്ധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിസ്മയകരമായ ഒരു സംഭവമാണ്. അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ തച്ചുടച്ച് തകർത്ത് കളയുമെന്ന് അവർ കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ നമുക്കറിയാം, ഗമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രായേലിന് ഒരിക്കലും ഒരു ജാതിയായിരിക്കത്തില്ല, അവരെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. പല വാർത്താ ചാനലുകളിലും അതേപോലെ റേഡിയോകളിലുമൊക്കെ അവർ ഇത് സംപ്രേഷണം ചെയ്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, 6 ദിവസം കൊണ്ട് ഈജിപ്റ്റ്, ഇറാഖ്, സിറിയ, ലെബനൻ ഏതെല്ലാം രാജ്യങ്ങളെ അവർ തച്ചെടുത്ത് തകർത്ത് നിഷ്പ്രഭമാക്കി കളഞ്ഞു. ഒരു യുദ്ധത്തിൽ വിസ്മയം കാട്ടിയിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും അത്ഭുതങ്ങളെ കാണിക്കും. അത് ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. തീവ്രവാദത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. ഇത് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇസ്രായേൽ ശത്രുക്കൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, ഞങ്ങൾ ഇനിയും വരും, ഞങ്ങളെ തൊട്ടാൽ ആ തൊടുന്നവനെ ഞങ്ങൾ തീർക്കുമെന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇസ്രായേലിന്റെ ഈ ഒരു യുദ്ധരീതി രാജ്യങ്ങൾക്കിടയിൽ വലിയധികം ആശങ്കയും ഇസ്രായേലിനെ ഒരു ഭയത്തോടെ നോക്കുന്ന ഒരു രീതിയുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്തിനും ഇസ്രായേലിനെതിരെ മുട്ടാൻ ധൈര്യം ഉണ്ടാകത്തില്ല എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇറാൻ പലയാവർത്തി തന്നെയും പിന്നെയും പറഞ്ഞു ഇസ്രായേലിനെ ഞങ്ങൾ തകർത്ത് കളയുമെന്ന്. ഒന്നും നടക്കത്തില്ല. കാരണം അവർ മനസ്സിൽ കാണുമ്പോൾ ഇസ്രായേൽ അത് മരത്തിൽ കാണും, അതിനുള്ള പണിയും അവർ കൊടുക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.